ഇവിടെ ശ്രീ എൻ ഷിനാസ് ആബൽ ബാന്ധവനായി അവതരിച്ചതാണോ ഡൊണാൾഡ് ട്രംപ്? ഒരു കൺക്ലൂഷനിലേക്ക് എത്തിക്കാൻ ഇസ്രായേലിനെ സംബന്ധിച്ച് കഴിയുന്നില്ല. ഇറാന്റെ ഡിഫൻസ് വളരെ ശക്തമാണെന്ന് മാത്രമല്ല, ഇസ്രായേലിലേക്ക് വളരെ ശക്തമായ പ്രത്യാക്രമണം നടത്താനും സിവിലിയൻ കാഷ്വാലിറ്റീസ് ഉണ്ടാക്കാനും ഇറാനെ സംബന്ധിച്ച് കഴിയുന്നു. അപ്പോൾ ആ ഘട്ടത്തിൽ മുമ്പ് റിച്ചാർഡ് നിക്സണും ഹെൻറി കിസിഞ്ചറും യോം കിപ്പൂർ വാറിന്റെ സമയത്ത് ചെയ്ത അതേ കാര്യമാണോ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ചെയ്യുന്നത്? വാസ്തവത്തിൽ ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിൻ്റെ 1948 ഇസ്രായേൽ സ്ഥാപിതമായത് മുതൽ ഇതുവരെ നമ്മൾ കണ്ട ഏറ്റവും ഇസ്രായേൽ അനുകൂല, ഹാരി ട്രൂമാൻ കഴിഞ്ഞാൽ ഏറ്റവും ഇസ്രായേൽ അനുകൂല അമേരിക്കൻ പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ്. അദ്ദേഹത്തിൻ്റെ 2 ടേം എടുത്തു നോക്കുക. 2018 തർക്കപ്രദേശമായിട്ടുള്ള പലസ്തീൻ ഇസ്രായേൽ പ്രശ്നത്തിൽ ഒരു പരിഹാരം ഉണ്ടായാൽ മാത്രം അതിൻ്റെ സ്റ്റേറ്റസ് നിർണയിക്കപ്പെടുന്ന ജെറൂസലേമിലേക്ക് ടെൽ-അവീവിൽ നിന്ന് 2018 അദ്ദേഹം അമേരിക്കൻ എംബസി റീലൊക്കേറ്റ് ചെയ്തു, മാറ്റി. 2019 1967 നടന്ന അറബ് ഇസ്രായേൽ യുദ്ധത്തിൽ സിറിയയുടെ ഭാഗമായ അവിഭാജ്യ ഭാഗമായിരുന്ന ഗൊലാൻ കുന്നുകൾ പിടിച്ചെടുത്തിരുന്നു ഇസ്രായേൽ. ആ ഗൊലാൻ കുന്നുകൾ ഇസ്രായേലിൻ്റെ അവിഛിന്ന അവിഭാജ്യ ഭാഗമാണ് എന്ന് മറ്റൊരു ലോകരാഷ്ട്രവും അംഗീകരിച്ചിരുന്നില്ല. 2019 ട്രംപ് ഗൊലാൻ കുന്നുകൾ ഇസ്രായേലിൻ്റെ പരമാധികാരത്തിന് കീഴിൽ വരുന്ന പ്രദേശമാണെന്ന് പ്രഖ്യാപിച്ചു. അതോടൊപ്പം തന്നെ ബെഞ്ചമിൻ നെതന്യാഹു ഗൊലാൻ കുന്നുകളിൽ ആസൂത്രിതമായി ഉണ്ടാക്കിയ സെറ്റിൽമെൻറ്റ്, അതിന് ട്രംപ് ഹൈറ്റ്സ് എന്ന് പേരിട്ടു. വാസ്തവത്തിൽ ഈ 2018 തന്നെയാണ് 2015 ബരാക്ക് P5+1 സുരക്ഷാ കൗൺസിലിലെ 5 രാജ്യങ്ങളും ജർമ്മനിയും ബരാക്ക് ഒബാമയുടെ നേതൃത്വത്തിൽ വളരെ ബുദ്ധിമുട്ടിയുണ്ടാക്കിയ ഒരു ആണവ ഉടമ്പടി ഇറാനുമായി, അതിൽ നിന്ന് ഏകപക്ഷീയമായി യാതൊരു കാരണവും ഈ പറയുന്ന കാരണങ്ങളൊന്നും നിരത്താതെ അമേരിക്ക പിന്മാറി. അതും ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ സമ്മർദ്ദത്തെ തുടർന്നായിരുന്നു. അപ്പോൾ നെതന്യാഹുവും വാസ്തവത്തിൽ ഈ ട്രംപും സയാമീസ് ഇരട്ടകളെ പോലെയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പ്രവർത്തിച്ചു പോരുന്നത്. ഇപ്പോൾ തന്നെ നോക്കൂ, ഈ ആക്രമണ ശേഷം ഇപ്പം 14 MOP ബങ്കർ ബസ്റ്റിംഗ് ബോംബ്സാണ് അവിടെ വർഷിച്ചത്, 14 ഏറ്റവും പുതിയ വാർത്തകൾ. അതിനുശേഷം നോക്കൂ, സിറ്റുവേഷൻ റൂമിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് ഇരിക്കുന്നത് ആ തൊപ്പിയിൽ എഴുതി വെച്ചിരിക്കുന്നത് മാഗ, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൻ എന്ന തൊപ്പിയാണ്. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൻ എന്ന കോൺസ്റ്റിറ്റ്യുവൻസിയുടെ, അതിൻ്റെ നിയോജക മണ്ഡലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം തന്നെ നോ മോർ ഫോറിൻ ഇൻ്റർവെൻഷൻസ്, നോ മോർ ഫോർ അവർ വാർസ് ഇൻ മിഡിൽ ഈസ്റ്റിൽ നേരത്തെ അഭിലാഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ 2003 ഇറാഖ് യുദ്ധം, അതൊക്കെ സ്റ്റുപ്പിഡ് വാർസ് ആയിരുന്നു. അങ്ങനെയുള്ള സ്റ്റുപ്പിഡ് യുദ്ധങ്ങളിൽ അമേരിക്ക ഇടപെടില്ല എന്ന് പറഞ്ഞിട്ടാണല്ലോ ഇതാക്കിയത്. മാത്രമല്ല, അമേരിക്കയുടെ നേരത്തെ അഭിലാഷ് തന്നെ ചൂണ്ടിക്കാണിച്ച തുളസി ഗബ്ബാർഡിൻ്റെ അമേരിക്കൻ നാഷണൽ ഇൻ്റലിജൻസിൻ്റെ ആ റിപ്പോർട്ടിനെ പാടെ തള്ളുകയും ഐ ഡോണ്ട് കെയർ എന്ന് പറയുകയും എന്നിട്ട് ഇസ്രായേലി ഇൻ്റലിജൻസിൻ്റെ അത് വിശ്വാസത്തിലെടുക്കുകയും ചെയ്ത ആളാണ് പ്രസിഡന്റ് ട്രംപ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ 2 ആഴ്ച എന്ന് പറഞ്ഞിട്ട് 2 ദിവസം കഴിയുന്നതിന് മുമ്പ് അമേരിക്ക ആക്രമിക്കുന്നു. അപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു എന്താണോ ആഗ്രഹിച്ചത് അത് വളരെ കൃത്യമായി, വ്യക്തമായി, സ്പഷ്ടമായി അമേരിക്ക ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ബെഞ്ചമിൻ നെതന്യാഹു ഇന്ന് പ്രൈം മിനിസ്റ്ററിൻ്റെ പോഡിയത്തിൽ നിന്ന് ഇസ്രായേലി ജനതയെ അഭിസംബോധന ചെയ്തത് ഹിബ്രു ഭാഷയിലല്ല, ഇംഗ്ലീഷിലാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ വിദേശകാര്യമന്ത്രി പറഞ്ഞത് പീസ് ത്രൂ സ്ട്രെങ്ത്, അതായത് ശക്തിയിലൂടെ സമാധാനം. ആദ്യം ശക്തി പ്രകടനം, രണ്ടാമത് സമാധാനം. അതാണല്ലോ ട്രംപ് ആഗ്രഹിച്ചത്, ഇസ്രായേൽ ആഗ്രഹിച്ചതും. മറ്റൊരു കാര്യം ട്രംപ് പറഞ്ഞു, ഞങ്ങൾ ഒരു ടീം പോലെയാണ് പ്രവർത്തിച്ചത്. ഇങ്ങനെ ഒരു ടീമായി ഇതിനു മുമ്പ് മറ്റു രാജ്യങ്ങൾ പ്രവർത്തിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഈ ടീം പ്രവർത്തനം ഈ ആക്രമണത്തോട് മാത്രമല്ല, ജൂൺ 13 ഇസ്രായേൽ
ഇറാനിൽ വ്യാപകമായി നടത്തിയ ആക്രമണം അമേരിക്കയുടെ അറിവോടെയായിരുന്നു. അന്ന് തൊട്ട് ഇവർ ഒരു ടീമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഇത്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഇറാൻ അവരുടെ പ്രോക്സികൾ ദുർബലരാണ്. അവരെ ഉപയോഗിച്ച് ഒരു ആക്രമണം നടത്തില്ല. മാത്രമല്ല ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ ബേസസിനെ ഇറാൻ ഇപ്പോൾ ആക്രമിക്കാനുള്ള ഒരു സാധ്യതയുമില്ല. ഇറാന് ഇപ്പോൾ ഇസ്രായേലിലേക്കുള്ള ആക്രമണം കൂടുതൽ രൂക്ഷവും വ്യാപകവുമാക്കും. അതാണ് ഇപ്പോൾ അതാണ് സംഭവിക്കാൻ ഏറ്റവും സാധ്യത എന്നാണ് താങ്കൾ നിരീക്ഷിക്കുന്നത്. വരാൻ താങ്കളിലേക്ക്